الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിലേക്ക് നീങ്ങുകയാണ്. ലൈലത്തുൽ ഖദർ പരമസത്യമാണ്, വസ്തുതയാണ്, നാം വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സംഗതിയാണ്. അത് റമളാൻ മാസത്തിലാണ് എന്നതും വ്യക്തമായ രേഖയാണ്. പിന്നെ റമളാൻ മാസത്തിൽ എപ്പോൾ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവസാന 10 എന്നതാണ് ഏറ്റവും പ്രബലമായ കാഴ്ചപ്പാട്. പിന്നെ അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെയാണ്. മഹദി പറയുന്നു, ഇന്നല്ലാഹ അഖഫ സലാസൻ ഫി സലാസിൻ, അള്ളാഹു ഒരു 3 ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇസ്മുൽ അഅ്ളമിനെ അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന, അതിമഹത്തായ നാമങ്ങളാണ്. പക്ഷെ അവയിൽ ഒരു നാമം അൽ ഇസ്മുൽ അഅ്ളമാണ്. ഏതാണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല. ഈ 99 ഉപയോഗപ്പെടുത്തുന്ന ആൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ സ്വലാത്തുൽ വുസ്ത, 5 നേരത്തെ നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സ്വലാത്തുൽ വുസ്ത എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരം, അസ്റാണോ സുബഹിയാണോ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷേ അതിനെ അള്ളാഹു 5 നേരത്തെ നമസ്കാരത്തിൽ ഒളിപ്പിച്ചതാണ്. ആ 5നെയും പരിഗണിക്കുന്ന വ്യക്തിക്ക് സ്വലാത്തുൽ വുസ്തയുടെ ശ്രേഷ്ഠത ലഭിക്കും. അതുപോലെ ലൈലത്തുൽ ഖദറിനെ റമളാനിന്റെ അവസാനത്തെ 10 അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഈ അവസാനത്തെ 10 പരിപൂർണമായി പരിഗണിക്കുന്ന വ്യക്തിക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുക തന്നെ ചെയ്യും. പറഞ്ഞു വരുന്നത്, ചില ആളുകൾ ലൈലത്തുൽ ഖദർ മനസ്സിലാക്കിയത് എന്തോ ഒരു ലോട്ടറി അടിക്കും പോലെ, ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ഒരു വമ്പർ സമ്മാനം. അങ്ങനെയൊന്നുമല്ല ലൈലത്തുൽ ഖദർ. അത് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്. അള്ളാഹ് തൗബ ചെയ്യാൻ പറഞ്ഞത് എന്തിനാ? തൗബ സ്വീകരിക്കാനാ, വെറുതെ കളിപ്പിക്കാനല്ല. ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞത് പാപം പുറത്തു കൊടുക്കാനാ. ലൈലത്തുൽ ഖദർ കൊടുത്തുകൊണ്ട് ഈ ഉമ്മത്തിലുള്ള വിശ്വാസികളെ
മുൻ സമുദായങ്ങളെക്കാൾ എത്രയോ ഉന്നതന്മാരാക്കി മാറ്റിയെടുക്കാനാണ്. പക്ഷെ അത് ലഭിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണത്? ഈ മാസം തന്നെ അള്ളാഹുവുമായി സുൽഹാകാനുള്ള മാസം. അള്ളാഹുവുമായി തെറ്റിപ്പിരിയുന്ന ആളുകൾ അള്ളാഹുവുമായി ഒന്ന് സുൽഹാവുക, ഒന്ന് തൗബ ചെയ്യുക, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയുക. എന്നിട്ട് സദാസമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു നമ്മെ കാണുക. അമലുകൾ ഏതായാലും, അത് ഇഅ്തികാഫാണെങ്കിൽ അങ്ങനെ, സ്വതക്കയാണെങ്കിൽ അങ്ങനെ, ദിക്റാണ്, ഖുർആനോത്താണ്, ഇനി ശരീരത്തിന് ക്ഷീണം പിടിച്ചിരിക്കുന്നു, ഉറങ്ങാണ്, ഇബാദത്താണല്ലോ, ഒക്കെ ഇബാദത്താണ്. അപ്പൊ എല്ലാ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് നമ്മൾ കഴിഞ്ഞുകൂടിയാൽ നമുക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നതാണ്. അള്ളാഹുവുമായി അടുക്കുക എന്നത് അൽ ഖുർബു മിനല്ലാഹ്, അള്ളാഹുവുമായുള്ള അടുപ്പം, അത് ദുനിയാവിലെ സ്വർഗാണ്. എന്തൊരാനന്ദമാണ് അള്ളാഹുവുമായി അടുത്താൽ. ഇവിടെ പ്രയാസങ്ങളൊന്നും പ്രയാസമല്ലാതായി തോന്നും. അപ്പൊ ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവുമായുള്ള അടുപ്പമാണ്, സ്നേഹമാണ്. ഖുർആനിൽ കാണല്ല ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി അടുക്കാൻ ആരെയും അള്ളാഹ് നിർബന്ധിക്കുന്നില്ല. പിന്നെയോ സ്നേഹത്തോടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ നിങ്ങൾ വരും, അള്ളാഹ് വിളിക്കുകയാണ്. റമളാൻ മാസത്തിലും ഈ വിളിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. മുഅ്മിനീങ്ങളെ സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ് അല്ലാഹു തആല എല്ലാ സന്ദർഭങ്ങളിലും. ഇക്റാഹില്ല, ബലാത്കാരമില്ല. അപ്പൊ ഇലാഹിയായ വിളി നമ്മ വിളിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. എന്താണ് ലൈലത്തുൽ ഖദ്ർ? ആർക്കാണ് ലൈലത്തുൽ ഖദ്ർ കിട്ടുക? ലൈലത്തുൽ ഖദ്ർ, അൽ ഖദ്ർ എന്ന് അറബി പറഞ്ഞാൽ മഹത്വം, ബഹുമാനം എന്നൊക്കെയാണ്. വളരെ ബഹുമാനവും മഹത്വവുമുള്ള ഒരു രാത്രി. ഈ മഹത്വത്തിന്റെ അളവ് പറയുന്ന വ്യക്തിയെ അപേക്ഷിച്ചിട്ടാണ്. നമ്മളിപ്പോ നമുക്ക് മഹത്വമായി തോന്നുന്ന, വലുതായി തോന്നുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരളവിലാണ് ആ മഹത്വത്തെ വിലയിരുത്തുക. ഇത് പറഞ്ഞത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തോട് ചേർന്ന വിധത്തിലുള്ള ഒരു മഹത്വം, അതാണ് ലൈലത്തുൽ ഖദറിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ മഹത്വം നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു തആല ഇത്രയും മഹത്വമായി നമുക്ക് നൽകിയ ലൈലത്തുൽ ഖദറിൽ, റമളാൻ മാസത്തിൽ ഒരുപാട് സംഗതികൾ സംഭവിക്കുന്നുണ്ട്. അത് ലഭിക്കാനായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുക, നമ്മുടെ മനസ്സ് അള്ളാഹ്ക്ക് കൊടുക്കുക. പള്ളിയിൽ ഇഅ്തികാഫിരുന്നെങ്കിൽ മാത്രമേ ലൈലത്തുൽ ഖദ്ർ കിട്ടുള്ളൂ, അങ്ങനൊന്നുമില്ല. ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇഅ്തികാഫിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു സഹോദരൻ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞത്, ഞാൻ കടത്തിൽ കുടുങ്ങിപ്പോയി, പുറത്തിറങ്ങിയാൽ ആ വ്യക്തി എന്നെ കണ്ടാൽ വിടൂല, ചോദ്യം ചെയ്യും. അതുകൊണ്ട് അദ്ദേഹവുമായി ഒന്ന് സംസാരിച്ച് ഒരല്പം നീട്ടിക്കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ചോദിച്ചു. ഞാൻ പറഞ്ഞോ? ഞാൻ വരാലോ. അദ്ദേഹം ഇറങ്ങുമ്പോ കൂടുള്ള ആളുകൾ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട്, നിങ്ങൾ ഇഅ്തികാഫിലല്ലേ, ആരാന്റെ കടം നോക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഈ ഖബറിൽ കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്താൽ മാസക്കണക്കിന് അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ മെച്ചമാണ്. അപ്പോൾ ഇഅ്തികാഫ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾ, അൽ ഖൽവത്തു മിനല്ലാഹ് മഅല്ലാഹ്, അള്ളാഹുവോടൊപ്പമുള്ള ഒരു ഏകാഗ്രത, അള്ളാന്റെ ഒപ്പം ഇരിക്കുക. ഇബാദത്താണെങ്കിലും ഇഖ്ലാസ് കൊണ്ട് അള്ളാന്റെ ഒപ്പാകുക. അത് നമ്മൾ ജനങ്ങളുടെ നടുവിലാണെങ്കിലും, ഇനി ശരീരം മറ്റുള്ളവരുടെ ഒന്നും കാണാതെ അടച്ചിട്ട റൂമിലാണെങ്കിലും ഒക്കെ
വിഷയം നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ അള്ളാഹുവുമായി ചേർത്ത് കെട്ടുക, നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നീ അള്ളാഹുവിന്റെ ഖിദ്മത്തിലാണോ? അതാണ് വിഷയം. നീ അള്ളാഹുവിന് ഖിദ്മത്ത് ചെയ്യാണോ? ഖുർആനോത്തിലൂടെ, ദിക്റിലൂടെ, നോമ്പ് തുറയിലൂടെ, ഖിയാമു റമളാനിലൂടെ അള്ളാഹുവിന്റെ ഖിദ്മത്തിലാണോ എന്നാൽ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നു, നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഉടനെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ സംബന്ധിച്ച് ആളുകൾ നിന്നോട് വന്ന് ചോദിച്ചാൽ നീ പറയണം ഫഇന്നി ഖരീബ്, അള്ളാന്റെ ഖുർബ്, അള്ളാഹു സമീപത്തുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതിനെന്താ അവര് ചെയ്യേണ്ടത്? ഫല്യസ്തജീബൂലി, ഞാൻ പറഞ്ഞത് അവരും കേൾക്കട്ടെ. അവര് പറയുന്ന ദുആ ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് അവരും കേൾക്കട്ടെ. അഥവാ നോമ്പ് നോൽക്കാൻ പറഞ്ഞു, നോമ്പ് നോറ്റു. ഖിയാമു റമളാൻ നിർവഹിക്കാൻ പറഞ്ഞു, അത് നിർവഹിച്ചു. അതാണ് നോമ്പുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിജാബത്ത്, അള്ളാഹു ഉത്തരം ചെയ്യൽ. അതുകൊണ്ട് തന്നെ നോമ്പുകാരൻ അള്ളാഹു പുറത്തു കൊടുക്കുന്ന കാര്യം പറഞ്ഞത് ഈ രണ്ട് നിബന്ധനകൾ, വല്യസ്തജീബൂലി വല്യുഅ്മിനൂ ബി, എന്നെ വിശ്വസിക്കുകയും ചെയ്യട്ടെ. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പെടുത്തു, എങ്ങനെ? അവന് വിശ്വാസമുണ്ട്. വല്യുഅ്മിനൂ ബി, വിശ്വാസം ദൃഢമാക്കി. അതുപോലെ നോമ്പ് നോൽക്കാൻ പറഞ്ഞത് അള്ളാഹുവാണ്. നീ ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹുവിന് ഇസ്തിജാബത്ത് ചെയ്തു. അങ്ങനെ ഇസ്തിജാബത്ത് ചെയ്താൽ അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. എനിക്ക് പുറത്തു തരണേന്നോ പറഞ്ഞിട്ടൊന്നുമില്ല, വേണ്ട. പറഞ്ഞിട്ടില്ലെങ്കിലും മോന് പുറത്തു കൊടുക്കും. കാരണം രണ്ട് സംഗതി ഓൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞതുപോലെ ഇസ്തിജാബത്ത് ചെയ്തു, അള്ളാഹു അത് സ്വീകരിച്ചിട്ട് തനിക്ക് പ്രതിഫലം തരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ഖിയാമു റമളാനിലും പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവുമായി ചേർന്ന് നിൽക്കുക. അതിന് പുറമെ അള്ളാഹുവോട് ദുആ ചെയ്യുക കൂടി ചെയ്താൽ പിന്നെന്ത് പറയാനാ? ഇഷ്ടം പോലെ അള്ളാഹു താല വാരിക്കോരി തരുന്നതാണ്. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. ഈ ഉമ്മത്തിന് സ്പെഷ്യലായിട്ട് അള്ളാഹു താല നൽകിയതാണ്. അള്ളാഹുവിന്റെ സമ്മാനമാണ്. നമ്മുടെ മനസ്സിന് ശക്തി കിട്ടാൻ, നമ്മെ സംസ്കരിക്കാൻ അള്ളാഹു താല നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ നോമ്പിനെ നമ്മളൊരു വലിയ വൃക്ഷത്തോട് ഉപമിക്കുകയാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ പഴം, ഫലം ലൈലത്തുൽ ഖദ്റാണ്. ആ ലൈലത്തുൽ ഖദ്ർ ലഭിക്കാനാണ് റമളാനിനെ നാം സ്വീകരിക്കുന്നത്. എങ്ങനെ അല്ലാതിരിക്കും? ഈ ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ആ രാത്രി സലാമത്തിന്റെ രാത്രിയാണ്. മലക്കുകൾ ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തും സലാമത്തുമായി ഭൂമി ലോകത്ത് നിന്ന്, വാനലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഖദ്ർ എന്ന വാക്കിന്റെ ലീത്ത്, തളയ്യുക്ക്, ഇടുങ്ങുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അത് മലക്കുകളുടെ വരവിന്റെ ആധിക്യം കൊണ്ട് ഈ ഭൂമിക്ക് തന്നെ ഒരിടുക്കം സംഭവിക്കുന്നു എന്ന് വരെ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അൽ ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഖൈറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അശ്രദ്ധകളെ പരിഹരിക്കാൻ, നമ്മുടെ ആയുഷ്കാലത്തെ പരിഹരിക്കാൻ 1000 മാസത്തേക്കാൾ ഖൈറായ ദിവസം അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ എന്നത് ഒരു വർഷത്തേക്കുള്ള സംഗതികൾ കണക്കാക്കുന്നു. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകളുടെ റെക്കോർഡുകളിലേക്ക് ഒരു വർഷം ഭൂമിയിൽ നടക്കേണ്ടത് എന്തൊക്കെയെന്ന് അല്ലാഹു തആല കൈമാറുന്ന തഖ്ദീറിന്റെ രാവ്. ആ തഖ്ദീറിന്റെ രാവാണ് ലൈലത്തുൽ ഖദ്ർ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു അത് വിതരണം ചെയ്യും. ആ രാത്രിയാണ് നമുക്ക് വരാൻ പോകുന്നത്. ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം, തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ മലക്കുകൾക്ക് കൈമാറുന്ന രാത്രി. അതുപോലെ ലൈലത്തുൽ തൻസീലാണ്, ഖുർആൻ ഇറക്കിയ രാത്രിയാണ്.
റസൂലിനെ അല്ലാഹു തആല റസൂലാക്കാൻ തെരഞ്ഞെടുത്ത രാത്രി, അതാണ് ലൈലത്തുൽ ഖദർ. അതുപോലെ ലൈലത്തുൽ മുബാറക്കയാണ്, ലൈലത്തുൽ മഗ്ഫിറയാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദറിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ എല്ലാ തെറ്റുകളും കഴിഞ്ഞു പോയത് മുഴുവനും പൊറുക്കപ്പെട്ടു പോയി. എത്ര വലിയ ആനുകൂല്യമാണ്! അപ്പൊ ലൈലത്തുൽ ഖുഫറാനാണ്, ലൈലത്തുൽ ഷറഫ്, മനുഷ്യനെ ആദരിക്കുന്ന, മനുഷ്യനെ അല്ലാഹു തആല ആദരിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദർ ലഭിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിച്ചപ്പോൾ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വളരെ ചെറിയ ഒരു പ്രാർത്ഥന. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നാരും ആലോചിക്കണ്ട, ഇത് പ്രാർത്ഥിച്ചാൽ മതി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തന്നെയുമല്ല നിനക്ക് വിട്ടുവീഴ്ച ഇഷ്ടമാണ്, എനിക്കും നീ വിട്ടുവീഴ്ച നൽകണമേ. ഇത് അല്ലാഹുവിനോട് ചോദിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്തിനാണ് ഒരു വിട്ടുവീഴ്ച? അല്ലാഹു തആല 3 വിഭാഗമായി സൃഷ്ടികളെ വേർതിരിച്ചത് കാണാം. അതിലൊന്ന് മലക്കുകളാണ്. മലക്കുകൾക്ക് അല്ലാഹു തആല അഖല്, വിശേഷ ബുദ്ധിയാണ് കൊടുത്തത്. ശഹവത്തില്ല, അവരുടെ ശരീരത്തിന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അള്ളാഹു പറഞ്ഞത് അവർക്ക് മനസ്സിലാകും, അവരതുപോലെ ചെയ്യും. അതാണ് അവരുടെ ലൈഫ്, മലക്കുകളുടെ ലൈഫ് അതാണ്. അവർക്ക് അഖല് മാത്രമാണ്. എന്നാൽ ബഹായിം, നാൽക്കാലികളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഈ സവിശേഷമായ ബുദ്ധി എന്ന ഘടകം കൊടുത്തില്ല. പിന്നെ അവർക്കാകെയുള്ളത് ശഹവത്താണ്, അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളാണ്. അങ്ങനെയാണ് ബഹായിമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. ഇത് രണ്ടും നൽകിയിട്ടാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന് സവിശേഷമായ ബുദ്ധിയുണ്ട്, ശരീരത്തിന്റെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മലക്കുകൾക്കോ ബഹായിമിനോ ശരീഅത്തിന്റെ ആവശ്യമില്ല. മലക്കുകളോടൊരു കാര്യം വിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന ഒരു ചിന്തയോ അതിനുള്ള ഒരു സാധ്യതയോ മലക്കുകൾക്കില്ല. മലക്കുകൾ മാസൂമികളാണ്. അതുപോലെ തന്നെ മൃഗങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം അവ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ജീവിതം പരിവർത്തനപ്പെടുത്താനുള്ള ഒരു ചുറ്റുപാടിലല്ല മൃഗങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ എങ്ങനെയല്ല. മനുഷ്യന് മൃഗങ്ങളെക്കാൾ അധപ്പതിക്കാനും മലക്കുകളെക്കാൾ ഉയരാനും കഴിയും. അതിനാണ് മനുഷ്യൻ അല്ലാഹു തആല അമാനത്ത് നൽകിയത്. ശരീഅത്തിന് ഖുർആനിൽ പറഞ്ഞത് അമാനത്ത് എന്നാണ്. ഇന്ന അറളിനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ. ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കുമെല്ലാം എന്റെ ശരീഅത്തിന്റെ നിയമം ഞാൻ അങ്ങ് പ്രകടിപ്പിച്ചു. എന്നിട്ട് അവയൊക്കെ അത് സ്വീകരിക്കാതെ വിസമ്മതിച്ച് എന്നോട് വിനയം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾക്കത് കൊണ്ടു നടക്കാൻ കഴിയില്ലെന്ന്. ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്, അവനാണ് അത് ഏറ്റെടുക്കേണ്ടത്. കാരണം അവന്റെ പ്രകൃതത്തിന് ചേർന്നതാണ് ശരീഅത്ത്. എന്നിട്ട് അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വകാനൽ ഇൻസാനു വലൂമൻ ജഹൂല, മനുഷ്യൻ അക്രമിയാണ്, വിവരമില്ലാത്തവനാണ് എന്ന് സാധാരണഗതിയിൽ മനസ്സിലാക്കാറുള്ളത്. ഇത് ഏറ്റെടുത്തത് കൊണ്ട് അവൻ അക്രമിയായി പോയി, അല്ലെങ്കിൽ വിവരദോഷിയായി പോയി. അങ്ങനെയല്ല, ഏറ്റെടുത്തത് കൊണ്ട് മാന്യനാവുകയാണ് ചെയ്തത്, ആദരിക്കുകയാണ് അല്ലാഹു തആല ചെയ്തത്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നമ്മെ മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് അല്ലാഹു തആല ആദരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവൻ വിവരദോഷിയാകുന്നത്, അക്രമിയാകുന്നത് ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അവഗണിക്കുക വഴിയാണ്. അങ്ങനെ അവഗണിക്കരുതേ, നിങ്ങൾ പിഴച്ചു പോകരുതേ എന്ന താക്കീതാണ് അതിലൂടെ അല്ലാഹു തആല നൽകുന്നത്. അപ്പോൾ മനുഷ്യൻ ഇത് ഏറ്റെടുത്തപ്പോ അല്ലാഹു ഈ പ്രകൃതിയിലുള്ള മുഴുവൻ വസ്തുക്കളോടും പറഞ്ഞു, ഇവരെ ഒന്ന് സഹായിക്കണം. ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണിവർ. അതുകൊണ്ട് തന്നെ മലക്കുകൾ മനുഷ്യന്റെ സഹായത്തിനുണ്ട്. മനുഷ്യന് കീഴ്പ്പെടുത്തപ്പെട്ടു. ഈ പ്രകൃതിയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യന് കീഴൊതുക്കപ്പെട്ടു. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഈ പ്രകൃതി മനുഷ്യനോട് പറയുന്നു, നിനക്കൊരു ഇലാഹുണ്ട്, അവനേകനാണ്. ആ പറയുന്നത് തിരിച്ചറിയാനുള്ള ബുദ്ധി മനുഷ്യൻ അല്ലാഹു തആല നൽകി. അങ്ങനെ നന്നാകാനുള്ള അനുകൂലനങ്ങൾ നൽകിയിട്ട് മനുഷ്യനെ അല്ലാഹു തആല ആദരിച്ചു. പക്ഷേ അവന്റെ ശഹവത്തിന്റെ ഘടകം
അത് മുൻകടക്കുകയും വല്ലപ്പോഴെങ്ങാനും ഒരു തെറ്റുകുറ്റങ്ങളിൽ ആപതിച്ചു പോവുകയും ചെയ്താൽ ആത്യന്തികമായി മനുഷ്യൻ പരാജയപ്പെടുന്നില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ അഫ്വ് വരുന്നത്. പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന അർത്ഥത്തിൽ മനുഷ്യനെ അല്ലാഹു തആല കാണുന്നില്ല. നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷ അതൊരൊറ്റ ഘട്ടമാണ്. ഒരൊറ്റ ഘട്ടമായിട്ടാണ് അല്ലാഹു തആല നടത്തുന്നത്. ഒരുപാട് റൗണ്ടുകളല്ല. ഒരുപാട് റൗണ്ട് മത്സരാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആയുസിന്റെ സായുസന്ധിയിൽ ജീവിക്കുന്ന വ്യക്തികള് ജീവിച്ച് കുറെ കാലം പരാജയപ്പെട്ട് എല്ലാ റൗണ്ടിലും ഞാൻ പരാജയപ്പെട്ട് ഇനി ഒരു റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ, ഇതിൽ ജയിച്ചിട്ട് എന്താ കാര്യം എന്ന ഒരവസ്ഥയിലാകും. എന്നാൽ ഒരൊറ്റ റൗണ്ടാണ് പരീക്ഷ. അവസാനം എന്താണോ അതാണ് നോക്കുന്നത്. നീ നന്നാകുന്നുണ്ടോ? എന്നാൽ അല്ലാഹു തആല പുറത്തു തരും. എത്ര പാപം ചെയ്താലും, ഭൂമി നിറയെ പാപം ചെയ്തിട്ട് വന്നാലും അല്ലാഹു പറയുന്നു ലബ്ബൈ യാ റബ്ബി എന്ന് ദാസൻ പറയുമ്പോ അല്ലാഹു തിരിച്ചു പറയുന്നത് ലബ്ബൈ, ഓ മനുഷ്യ എന്ത് വേണം നിനക്ക്? നിനക്ക് പാപം പൊറുക്കണോ? നീ തിരുത്താൻ തയ്യാറുണ്ടോ? ഞാൻ റെഡിയാണ്. അല്ലാഹു പറയുന്നത്. ആകാശം നിറയെ പാപാണെങ്കിലും ഞാൻ പൊറുക്കാൻ റെഡിയാണ്, തയ്യാറാണ്. പക്ഷേ നിന്റെ ലൈഫ് തിരുത്താൻ നീ തയ്യാറാകണം. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ കുറ്റകൃത്യങ്ങളെ അല്ലാഹു തആല നന്മകളാക്കി മാറ്റി മറിച്ചു കൊടുക്കും. ഉമറുൽ ഫാറൂഖിന്റെ ജീവിതത്തിൽ കണ്ടില്ലേ, ആദ്യം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ അവസാന കാലം എങ്ങനെയായിരുന്നു? ആദ്യകാലത്തേത് പറഞ്ഞിട്ട് കൈത്താറില്ലല്ലോ അദ്ദേഹത്തിന്റെ ലൈഫ് മാറി. അല്ലാഹു ആ രൂപത്തിൽ മാറ്റിക്കൊടുക്കും. ഇനി ആഖിറത്തിലെത്തിയാലും അതാണ് അവസ്ഥ. ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ ദുനിയാവിൽ തന്നെ അവന്റെ ദുശ്ചൈതികൾ സൽക്കർമ്മങ്ങളായിട്ട് മറയും. പിന്നെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച ആളുകൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ആഖിറത്തിലും ആ മനുഷ്യനെ അല്ലാഹു തആല ആദരിക്കുകയും അവസാന ഘട്ടം നോക്കിയിട്ട് അവനെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇവിടെയാണ് അഫ്വ് എന്ന അല്ലാഹുവിന്റെ നാമം പ്രാവർത്തികമാകുന്നത്. ഇനി നമുക്ക് ഇത് ലഭിക്കണമെങ്കിൽ നമ്മളും കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹുവിനോട് എനിക്ക് അഫ്വ് തരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ആർക്കും ഒന്നും വിട്ടുകൊടുക്കാത്ത മാനസികാവസ്ഥയുടെ ആളുകളാവുക. കുടുംബവുമായി തെറ്റി നിൽക്കുന്ന എത്ര ആളുകളാണ്. തീർച്ചയായും അവർക്കെല്ലാം മാപ്പ് കൊടുക്കണം. ഒന്ന് മാപ്പ് കൊടുത്താൽ എന്താ ഇവിടെ സംഭവിക്കുക? ആകാശം പൊളിഞ്ഞു വീഴോ? നമ്മുടെ പ്രതാപം നഷ്ടപ്പെട്ടു പോവോ? എന്താ ഇവിടെ സംഭവിക്കുക? അല്ലാഹു തആല റസൂൽ മുഖേന നമ്മെ പഠിപ്പിച്ച 2-3 സംഗതികളില്ലേ? ദാനധർമ്മം ചെയ്താൽ കുറഞ്ഞു പോകില്ല, സ്വത്ത് കൂടുകയാണ് ചെയ്യുക. വിട്ടുവീഴ്ച ചെയ്താൽ പ്രതാപം കൂടെയാണ് ചെയ്യുക, ഒരിക്കലും തോറ്റവനായി പോവുകയില്ല എന്ന് പഠിപ്പിച്ചില്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിരന്തരമായി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പറയാ, എനിക്ക് വിട്ടുവീഴ്ച തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്ത് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യും. റമദാൻ മാസത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ. കടുത്ത പരീക്ഷണങ്ങൾ ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ
ചെറിയ കുരുന്നു മക്കളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അവന്റെ ധിക്കാരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അള്ളാഹുവുമായുള്ള ചേർന്നു നിൽക്കലും പ്രാർത്ഥനയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ലോകാടിസ്ഥാനത്തിലുമെല്ലാം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അല്ലാഹു തആല അവന്റെ ദാസന്മാരെ പലതിനും വിട്ടുകൊടുക്കും. ഇതൊരിക്കലും അവരെ അവഗണിക്കാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ നബിമാരെ തന്നെ കൊല്ലാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് അള്ളാഹു. റമദാൻ മാസത്തിൽ നടന്ന ബദർ യുദ്ധത്തിൽ 14 സഹാബത്തിനെ വധിക്കാൻ, ഷഹീദാകാൻ അള്ളാഹു തആല വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഈ പ്രകൃതി നിയന്ത്രിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളും അള്ളാഹുവിന്റെ ഇടപെടലുകളും അള്ളാഹുവിന്റെ ഹിക്മത്തുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. നമുക്ക് വലിയ പ്രയാസം തോന്നാറുള്ളത് ഒരു ഐഹിക ജീവിതമാണ് ജീവിതം എന്ന വിലയിരുത്തലിലൂടെയാണ്. ഇത് വെറും നൈമിഷികമാണെന്നും ജീവിതം എന്നത് മരണത്തോടു കൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്നും ഒരു മനുഷ്യന്റെ വിജയവും പരാജയവും കുടികൊള്ളുന്നത് പാരത്രിക ജീവിതത്തിലാണെന്നും തിരിച്ചറിയുന്ന സമയത്ത് ഇതെല്ലാം അള്ളാഹുവിന്റെ ചില കാട്ടിക്കൂട്ടലുകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അഥവാ ഈ കൊല്ലുന്ന ആളുകൾ മരിച്ചു ചെന്നാൽ ഇപ്പോൾ കൊല്ലപ്പെടുന്നവരുടെ പ്രയാസമൊന്നുമല്ല അവർക്കുണ്ടാവുക. അതിക്രൂരമായ ശിക്ഷക്ക് അവർ വിധേയരാകും. ഇപ്പോൾ ചിരിക്കുന്നവർ കരയും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, ഇസ്ലാമിന്റെ സന്ദേശം എന്താണ്, മറുപക്ഷത്തിന്റെ സന്ദേശം എന്താണ് എന്ന് അവരുടെ ഈ പ്രവർത്തനത്തിലൂടെ ലോകം മനസ്സിലാക്കണം. യാതൊരു ദയയും ദാക്ഷിണ്യവും ഇല്ലല്ലോ, ഒരു സ്നേഹമില്ലല്ലോ. എന്താണ് അവർ ചെയ്യുന്നത്? കരാറ് നിലവിൽ നിൽക്കെ അതിശക്തമായ ആക്രമണം, ഏകപക്ഷീയമായ ആക്രമണം അത് നടത്തുന്നു. ഇസ്ലാമിനെ കണ്ടുകൂടാൻ, മുസ്ലിമിനോട് വെറുപ്പ്, അള്ളാഹുവിനോട് വെറുപ്പ്, മനുഷ്യനെ കൊല്ലണമെന്ന ചിന്ത, ഇതല്ലേ അവര് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകം കാണുന്നത്. ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ കൈത്തിരി അത് ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹുവിനോട്. അവന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ നോമ്പെടുത്ത് വല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഈ പ്രത്യേക മാസത്തിൽ രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ മുന്നിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ, കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈ പുണ്യമാസത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന കുരുന്നു മക്കളുണ്ട്. അള്ളാഹുവേ, അവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഭീകരന്മാരെ തകർക്കണേ റഹ്മാനെ. ഭീകരന്മാരായ പകൽമാന്യന്മാരായി ചമയുന്ന മനുഷ്യക്കുരുതി നടത്തുന്ന അക്രമികളെ അള്ളാഹുവേ, നീ പിടിച്ചു കെട്ടണേ റഹ്മാനെ. നിന്റെ സഹായമല്ലാതെ സഹായമില്ല. നീ നിയന്ത്രിക്കണേ റഹ്മാനെ. നീ അവരെ നിയന്ത്രിക്കണേ റഹ്മാനെ. അവിടെ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം നൽകണേ റഹ്മാനെ. മരുന്നില്ലാത്തവർക്ക് മരുന്ന് നൽകണേ റഹ്മാനെ. വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖിയാമുൽ ലൈൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. നോമ്പുകാർക്ക് നീ നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ.
അല്ലാഹുവേ 1000 മാസത്തേക്കാൾ ഖൈറായ ലൈലത്തുൽ ഖദർ ലഭിച്ചിട്ട് ജീവിതം ധന്യമായ വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ നീ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. സൂഫിഖാന്റെ ഭാര്യ മറിയം മരണപ്പെട്ടു. ഉംറക്ക് പോവുകയായിരുന്നു, ഇഹ്റാമിലാണ്. വെള്ളിയാഴ്ച രാവ് മക്കയിൽ വെച്ചാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നല്ലൊരു മരണം നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ മഹദിക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ പല ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവരുടെ എല്ലാം ഖബറിടം നീ സ്വർഗമാക്കണേ റഹ്മാനെ. വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളും സുഹൃ വലയത്തിലുള്ള പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗങ്ങളെ ശിഫയാക്കി തരണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മുസ്ലിമായി ജീവിക്കാനും ഈമാനോടുകൂടി മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.